ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും സൗഖ്യവും നമ്മുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നു? യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ, സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ ഈശോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കും. പ്രിയ സഹോദരങ്ങളെ, അനുതാപം സ്വർഗത്തിലേക്കുള്ള പാതയാണ്. തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ വഴിയാകുന്ന ഈശോയുടെ പക്കലേക്ക് എത്തുക എന്നുള്ളതാണ് മാനസാന്തരം കൊണ്ട് ഉദ്ദേശിക്കുക. ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറേണ്ട അവസ്ഥയിലേക്ക് മാറണം. ഞാനിപ്പോൾ പാപത്തിൻ്റെ മേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് പാവമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ ഉയരേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 4-ാം അധ്യായം 17-ാം തിരുവചനം കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മാനസാന്തരപ്പെടുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. മാനസാന്തരപ്പെടണമെങ്കിൽ 1-2 കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പാപബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ പാപിയാണ് എന്നുള്ള തിരിച്ചറിവ്. സാധാരണ ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പള്ളി പോകാറുണ്ട്, ഞാൻ അങ്ങനെ കുമ്പസാരിക്കാറില്ല, കാരണം ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല. മനുഷ്യനാണോ? അവനിൽ പാപമുണ്ട്. അവൻ്റെ ചിന്തയിൽ, ഓർമ്മയിൽ, പ്രവർത്തന മേഖലകളിൽ, എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ അതിൽ വീണു പോവുകയും ചെയ്തേക്കാം. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയാണ് സഭ കുമ്പസാരം എന്ന കുദാശ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കുമ്പസാരം എന്ന് വെച്ചാൽ മതിയായിരുന്നു. നമ്മൾ എപ്പോൾ പാപത്തിൽ വീണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടിയിട്ടാണ് തിരുസഭ നമ്മൾക്ക് കുമ്പസാരം എന്ന കുദാശ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന്, പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകണം. പാപം ചെയ്യുമ്പോൾ അവിടെ ന്യായീകരണമില്ല, നീതീകരണമില്ല. ഞാൻ ചെയ്തത് ഞാനാണ് എന്ന് ഏറ്റുപറയുക. മറ്റൊരാൾ മൂലം ഞാനിത് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരാൾ എന്നെ തെറി വിളിച്ചു, ഞാൻ തിരിച്ചു തെറി വിളിച്ചു, എന്നിട്ട് അയാൾ കാരണമാണ് ഞാൻ തെറി വിളിച്ചത് എന്ന് ഈശോ ചോദിച്ചില്ല. നീ പാപം ചെയ്തോ എന്നാണ് ചോദിക്കുക. അപ്പോൾ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അത് സ്വയം ഏറ്റെടുത്ത് ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്നൊരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ടാകണം. അതാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. ഇന്ന് പാപം അന്ന് തിരിച്ചറിയുന്നു, 2 പാപത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്കെതിരായിട്ടാണ് പാപം ചെയ്തത്, അങ്ങയെയാണ് ഞാൻ വേദനിപ്പിച്ചത്. എൻ്റെ സഹോദരനെതിരെ പാപം ചെയ്യുമ്പോഴും ഞാൻ അങ്ങയെയാണ് വേദനിപ്പിച്ചത്. 3-ാമത്തെ കാര്യമാണ് മാനസാന്തരം എന്നുള്ളത്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് തിരിയുക, ഈശോയുടെ പക്കലേക്ക് തിരിയുക. ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും എല്ലാം നമ്മൾ കാണുന്നത്. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രവിച്ച് മുന്നോട്ട് പോകണം. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോഴാണ് ഈശോ പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് എത്തിയത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് നവീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാനുള്ള
കൃപയും അനുഗ്രഹവും ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനെ ഈശോയെ, ഞങ്ങൾക്ക് യഥാർത്ഥമായ പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും നൽകി അനുഗ്രഹിക്കണമേ. അവിടുത്തെ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരുടെ അഭിഷേകം നിറയ്ക്കുകയും അവരെ കേട്ട വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തക്കവിധം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.